കലിംഗ സംവാദം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി മോദി ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നതിന് മുമ്പായിട്ട് ചായ് പേ ചർച്ച സംഘടിപ്പിച്ചിരുന്നല്ലോ. ആ ചായ് പേ ചർച്ചയ്ക്ക് സമാനമായി ഏറ്റവും ഹൈപ്പർ ലോക്കൽ ഡിസ്കഷൻസ് നടത്തുക, അതിൽ തന്നെ അവരുടെ ഏറ്റവും വിജയിച്ച ഒരു നേതാവ്, ഏറ്റവും ജനപ്രീതിയുള്ള പോപ്പുലർ നേതാവായിട്ടുള്ള ഈ സുരേഷ് ഗോപി ഉപയോഗിക്കുക എന്നുള്ള PR ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് അത് കലിംഗ സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് പാളിപ്പോകുന്നതാണ് കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ കമ്മിറ്റിക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പറയാൻ, എന്നാൽ 3 ജില്ലാ കമ്മിറ്റികൾക്കും ഈ പരിപാടി വളരെ നല്ലതാണ്, പക്ഷേ തുടരുന്നത് അത്ര നല്ലതല്ല എന്ന അഭിപ്രായമുണ്ട്. അത് അവർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിയെ നിങ്ങൾ എടുക്കൂ. സുരേഷ് ഗോപി എങ്ങനെയാണ് MP ആയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നേരത്തെ വോട്ട്ചോരുടെ അജിംസ് പറഞ്ഞു. അത് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ, വെള്ളത്തിൽ മീനെന്ന പോലെ രാഷ്ട്രീയക്കാർ ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്നുള്ള പറയുക. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഇടപെട്ട് അവരുടെ തോളോട് തോൾ ചേർന്ന് ജനങ്ങൾക്കിടയിൽ ഇഴുകിച്ചേർന്ന് ജയിച്ച ഒരാളാണോ? അല്ല. അദ്ദേഹം ജയിച്ചത്, അദ്ദേഹത്തിൻ്റെ ജനബന്ധം എന്നതുപോലെ ഒരു PR എക്സസൈസ് ആയിരുന്നു. വിഷുവിന് എല്ലാവർക്കും 1 രൂപ കൈനീട്ടം കൊടുക്കുക, അമ്പലത്തിൽ തൊഴുക, മേരി മാതാവിന് ഈ കിരീടം വയ്ക്കുക, അങ്ങനെ അദ്ദേഹം ചെയ്തു പോകുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ചെയ്ത മുഴുവൻ കാര്യങ്ങളും എടുക്കൂ. അതെല്ലാം PR കമ്പനി ഡിസൈൻ ചെയ്ത ഇവൻറ്റുകളായിരുന്നു. ആ ഇവൻറ്റുകൾ മാത്രമേ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. പിന്നെ അദ്ദേഹം ഒരു പദയാത്ര നടത്തി. ആ പദയാത്ര പോലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് ക്ഷീണം നമ്മൾ കണ്ടാണ്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും എന്നാൽ വിസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ചില നമ്പറുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം സത്യത്തിൽ അവിടെ നിന്ന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രതലം സൃഷ്ടിച്ചത്. അപ്പോൾ ശരിക്കും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിൽക്കാനുള്ള വഴക്കമുള്ള ആളല്ല, അതറിയാവുന്ന ആളല്ല, അതിനുള്ള സഹനമുള്ള ആളല്ല. അങ്ങനെ ഒരാളെ പെട്ടെന്നൊരു ദിവസം ജയിച്ചു, MP ആയി, മന്ത്രിയായി എന്നതിൻ്റെ പേരിൽ ഇറക്കി കലിംഗ സംവാദത്തിന് വിടുകയാണ്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് അടുത്ത് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ കാണുന്നുണ്ടോ ആ കാര്യം? അദ്ദേഹം ഒരാൾ മൈക്കെടുത്ത് സുരേഷ് ഗോപിക്ക് സ്വാഗതം എന്ന് പറയും. പറഞ്ഞിട്ട് ആ മൈക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? തൊട്ടടുത്ത ഡ്രൈവർ എപ്പോഴും സാനിറ്റൈസർ കരുതി വെച്ചിരിക്കുകയാണ്. സാനിറ്റൈസർ എടുത്ത് അത്രയും ജനങ്ങൾ നോക്കി നിൽക്കുക ആ മൈക്ക് ക്ലീൻ ചെയ്യും, പബ്ലിക്കായി ക്ലീൻ ചെയ്യും. എന്നിട്ട് അദ്ദേഹം അതിൽ തൊടു. OCD ആയിരിക്കും. ആണോ എന്ത് OCD ആയാലും ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും പരിമിതി ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അത് ജനത്തിന് എന്ത് ഇൻസൾട്ടാണ്? തൊട്ട് മുമ്പ് സ്വാഗത പ്രസംഗം പറഞ്ഞ മനുഷ്യനുണ്ടാകുന്ന ഇൻസൾട്ട് എന്താണ്? നിങ്ങളൊരു സ്ഥലത്ത് വന്ന് കലിംഗിലിരിക്കുന്നു, നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഇരുന്നു, നിങ്ങൾ ഇരിക്കുന്നതിന് മുൻപ് അവിടെ ഒരു തുണി വിരിക്കും, നിങ്ങൾ അതിലേ ഇരിക്കൂ. അപ്പോൾ ബാക്കി ഇരിക്കുന്ന ആൾക്കാരും എല്ലാവർക്കും ഉള്ള കസേരകൾ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ വന്ന് അവിടെ ഇരിക്കും, നിങ്ങൾ കസേരകൾ നോക്കും, കസേര എടുത്ത് മാറ്റി വേറെ ഒരു കസേര കൊണ്ടുവരും, അതിലേ നിങ്ങൾ ഇരിക്കൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം നടന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇൻസ്റ്റഗ്രാമിൽ കാണാം. ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരുന്നു, സാധാരണ കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, കൊടുക്കേണ്ടി വരുന്നു, അപ്പോൾ തന്നെ കൈ ഇങ്ങനെ കാണിക്കും, സാനിറ്റൈസർ വരും, കൈ അവിടെ വെച്ച് കഴുകും. അതുപോലെ ഒരു വീഡിയോ അല്ലേ, സദ്യക്ക് പപ്പടം പപ്പടം സദ്യക്ക് കൈ കൊണ്ട് പപ്പടം എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആ കൈ കൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല, അത് അദ്ദേഹം നൈസായി എടുത്ത് K. സുരേന്ദ്രന്റെ ഇലയിൽ വെച്ചു. K. സുരേന്ദ്രൻ അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കാണാം, K. സുരേന്ദ്രൻ തൊട്ടെടുത്തിരിക്കുകയാണ്. സുരേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ആ പപ്പടം തിരിച്ചവിടെ വെച്ചു. കാണാൻ പറ്റും. അപ്പൊ കൈ കൊണ്ട് തൊട്ട ഭാഗം കഴിക്കാനുള്ള മടിയാണ്. പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി നടന്നു വരുമ്പോൾ ഫ്രണ്ട് ഉറക്കെ വിളിച്ചു പറയണം, മുന്നിൽ നിൽക്കുന്ന എല്ലാവരോടും മാറാൻ പറയൂ, കാരണം നടന്നു പോകുമ്പോൾ ആരുടെ അദ്ദേഹം തട്ടാൻ പാടില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക? ആളുകൾ വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ അദ്ദേഹത്തിന് ആകെ ടെൻഷൻ ആവുകയാണ്. ഞാൻ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതും ചെയ്തുമ്പോൾ അവരോട് ചൂടാവുകയാണ്. ഒരു പാവ സ്ത്രീ. അപ്പം ജനങ്ങൾക്ക് നിവേദനമായിട്ട് വരുന്ന മനുഷ്യരോട് ഇങ്ങനെ കാണിക്കും. തുടർന്ന് എൻ്റെ അടുത്ത് നിവേദനമായിട്ട് അടുത്ത് വരാൻ പാടില്ല, നിവേദനം തരാൻ പാടില്ല. ആൾക്കാരെ ഈ വരന്തരപ്പള്ളി, തൃശ്ശൂരിലെ വരന്തരപ്പള്ളിയിൽ 4 പേർ എന്തുകൊണ്ടാണ് പോയി പിറ്റേ ദിവസം കോൺഗ്രസിൽ ചേർന്ന്, പിറ്റേ ദിവസം ചേർന്നു? എന്തുകൊണ്ടാണ് ആ 4 പേർ അത്രയും അവഹേളിക്കപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ? എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് BJPയുടെ കൂടെയുള്ള കാലങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഈ പ്രോജക്റ്റ് മണ്ടത്തരമായിരിക്കും തോന്നുന്നത്. അപ്പോൾ PR പരിപാടികൾ വഴിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ PR പരിപാടിയിൽ മാത്രം നിൽക്കുക. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ജനങ്ങൾ പലതരത്തിലുള്ള പരാതി പറയും. ഇപ്പം ഞാനൊരു ജനപ്രതിനിധിയാണ്, പഞ്ചായത്ത് മെമ്പറാണ്, പക്ഷേ എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായിട്ട് പോലും ആൾക്കാർ എൻ്റെ മുമ്പേ വരും. ഞാൻ അതുകൊണ്ട് എന്താ അവിടെ ആട്ടി ഓടിക്കാനാണ് വേണ്ടത്? അതിനെ ടാക്കിൾ ചെയ്യുക, അതിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മികവാണ്, ഒരു പ്രത്യേക ഒരു സ്കില്ലാണ്. അതില്ലാത്ത ഒരാൾ എന്ത് ചെയ്യുക? നേരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുമെന്ന് പറയില്ല, വിരുദ്ധ ഫലമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാണ് സുരേഷ് ഗോപിയുടെ പ്രശ്നം. വെച്ചാൽ സുരേഷ് ഗോപി എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? നേരത്തെ അജിംസ് പറഞ്ഞാൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട്, ഓടിച്ചോരിയുടെ സാധ്യത അവസാനിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ഇനിയുണ്ട്. പക്ഷേ BJP വേറെയും സ്ഥലത്ത് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല BJP വരുന്നത്. ഇപ്പോൾ ആകെ ജയിച്ച ഒരാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് ജനങ്ങൾ നോക്കത്തില്ലേ? തൽക്കാലം 140 മണ്ഡലത്തിലും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന 1000 പഞ്ചായത്തിലും എന്ത് നടത്താൻ പറ്റില്ല? വോട്ട് ചോരി നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ജയിച്ച ഒരാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ജനം നോക്കുമ്പോൾ അദ്ദേഹം പെരുമാറുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് എടുക്കുമ്പോൾ അദ്ദേഹം തരില്ല, കൊടുത്താൽ അദ്ദേഹം സാനിറ്റൈസർ വെച്ച് കഴുകും, നമ്മളെ ആക്ഷേപിക്കും. അപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കാണാൻ അത്ര ഒരു ആരോഗ്യ ദൃഢഗാത്രൻ, സുന്ദരൻ, സോക്കോൾഡ് കക്ഷി അല്ലെങ്കിൽ
അദ്ദേഹം മാറ്റി നിർത്തും. കാരണം അദ്ദേഹത്തിന് ഒരു വൃത്തി പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹം പോരാന്നൊക്കെ തോന്നിയാൽ ഒഴിവാക്കി നിർത്തും. അങ്ങനത്തെ ഞാൻ പറഞ്ഞെല്ലാം ഞാൻ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി അത് മേൽ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ, അപ്പം ഞാൻ OCD ആണെന്ന് ചോദിക്കും. OCD ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? OCD ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ പൊതുപ്രവർത്തനം? ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ജനങ്ങളുടെ പരാതിയായിട്ട് വരും, ആ പരാതി കേൾക്കാൻ കഴിയാത്ത പ്രശ്നം OCD ഒരു ഗുരുതരമായ രോഗമൊന്നുമല്ലോ. ആണ് നമുക്ക് ഓക്കെ കേൾക്കാൻ പറ്റുന്ന ആൾക്ക് എങ്ങനെയാണ് ഇത് ഈ കർത്തവ്യം നിർവഹിക്കാൻ പറ്റുക? ജനങ്ങളെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? ജയലളിതയൊന്നും അല്ലല്ലോ. ജയലളിതയ്ക്കാണ് അങ്ങനെയാണ്, മോദിക്കും പറ്റും. ഇവിടെ കേരളത്തിൽ ഈ പാർട്ടി ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണല്ലോ ഇവർ. ഈ പാർട്ടി പണിയെടുത്ത് ഉണ്ടാക്കണമല്ലോ, ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടാലും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അല്ലാതെ നിരന്തരം വർഗീയത എത്ര കാലമായിട്ട് കെ സുരേന്ദ്രനൊക്കെ പറഞ്ഞു നോക്കി, ഇപ്പോൾ വലിച്ചില്ല. അപ്പോൾ ജനങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെയോ ഗുഡ് ഗവേണൻസ് ഉണ്ടാവും, നല്ലത് തരുമെന്ന് തോന്നിപ്പിക്കാൻ അവർക്കിടയിൽ പ്രവർത്തിച്ചേ പറ്റൂ. അവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം. BJP യെക്കുറിച്ചുള്ള അതിനകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അത് ലോക്കൽ ഇഷ്യൂസിൽ ഇടപെടുകയും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്നില്ല. വെറുതെ വർഗീയത പറഞ്ഞു നോക്കുകയാണ്. അത് കേരളത്തിന് പറ്റിയ ഒരു സാധനമല്ല, ഒരു മെത്തഡോളജി അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതുണ്ട്. അതിന് സുരേഷ് ഗോപി ഈ ലൈനാണ് എടുക്കുന്നതെങ്കിൽ, സുരേഷ് ഗോപി ഇപ്പോഴത്തെ BJPക്ക് ചെയ്തു കൊടുക്കുന്ന വലിയ ഉപകാരങ്ങളിൽപ്പെട്ടൊന്നായിരിക്കും ഇത്. ആളുകൾക്ക് ഇൻസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഏത് വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ വന്നാലും നമുക്ക് പേഴ്സണലി ഉണ്ടാകുന്ന ഇൻസൾട്ട് നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യും. അങ്ങനെ ഹേർട്ട് ചെയ്ത മനുഷ്യന്മാരാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. പിന്നെയും ഇറങ്ങിപ്പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആളുകൾക്കുണ്ട്, അവർക്ക് രാജഭക്തി ഉണ്ടാവും. രാജഭക്തിയുള്ള ആൾക്കാർ രാജാവ് എന്ത് ചെയ്താലും നമ്മളതിന് അർഹതപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്ന വിധേയ മനോഭാവമുള്ള ആൾക്കാരുണ്ടാവും. ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തന ശൈലിയല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കലുങ്ക് സംവാദം കൊണ്ട് BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത തവണ ഈ PR കമ്പനി ഇത് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ വെച്ചിട്ടുള്ള പരിപാടി ആലോചിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. കാരണം അത്രയും അത് മെച്ചമുണ്ടാക്കിയിട്ടുണ്ട്.